ചേർക്കാൻ അഷ്കർ അലി കൂടിയുണ്ട്. വിശദാംശങ്ങളുമായി അഷ്കർ, ഇപ്പോൾ ഈ തവനൂർ ജയിലിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഏകദേശം എത്ര മണിയോടുകൂടി തവനൂരിലേക്ക് എത്തിച്ചേരാനാകും? തുളസി, ഏകദേശം 1:45 തന്നെ അല്ലെങ്കിൽ 1:30 തന്നെ പി വി അൻവർ തവനൂർ സെൻട്രൽ ജയിലിൽ എത്തുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഏകദേശം മഞ്ചേരി അടുത്തേക്ക് എടവണ്ണ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. എടവണ്ണ കഴിഞ്ഞ് ഇനി മഞ്ചേരി കഴിഞ്ഞ് ആ രീതിയിലാണ് പോലീസ് വ്യൂഹം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1:30 അവിടെ എത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ നീക്കമായി ഈ അറസ്റ്റ് മാറിയിരിക്കുന്നു. തികച്ചും അവിചാരിതമായി നടന്ന സംഭവങ്ങൾ, പക്ഷേ ആ സംഭവത്തിൻ്റെ മേൽ ഒറ്റ ദിവസം കൊണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റി വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക്, ചെറുതല്ലാത്ത വ്യതിയാനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അൻവറിൻ്റെ അറസ്റ്റ് മാറി എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 11 മണിയോടെയാണ്, ഇന്നലെ രാത്രിയാണ് യഥാർത്ഥത്തിൽ ഈ കരുളായ ഉൾവനത്തിൽ വെച്ചുകൊണ്ട് അവിടെ ചോളനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന് പറയുന്ന ഒരു 37 വയസ്സുകാരൻ കാട്ടനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ MLA ഒരു പ്രതിഷേധം ആരംഭിക്കുന്നു. ആ പ്രതിഷേധം എന്ന് പറയുന്നത് തന്നെ കൃത്യസമയത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയില്ല. അത്തരത്തിൽ വലിയ വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല കഴിഞ്ഞ 9 ദിവസത്തിനിടെ 6ഓളം പേരുടെ ജീവൻ നഷ്ടമായി. ഇത്തരത്തിൽ ജീവൻ നഷ്ടമായി എന്നുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വകുപ്പും കൊലപാതകികളായി മാറുന്നു എന്നുള്ളതായിരുന്നു പി വി അൻവർ രാവിലെ തന്നെ ഉയർത്തിയ വിമർശനം. ഈ വിമർശനത്തിന് തൊട്ട് പിന്നാലെയാണ് പിന്നീട് പി വി അൻവർ അവിടെ DF ഓഫീസിന് മുമ്പിൽ ഒരു ഉപരോധം സംഘടിപ്പിക്കുന്നത്. ആ ഉപരോധം പിന്നീട് ഒരു ഘട്ടത്തിൽ സംഘർഷത്തിലേക്ക് വഴിമാറുന്നു. മാധ്യമങ്ങളേക്ക് കണ്ടതിന് ശേഷം പി വി അൻവർ അവിടെ നിന്നും അല്പസമയത്തേക്ക് ഉപരോധത്തിൻ്റെ ആ വേദിയിൽ നിന്നും ഒരു 10 മീറ്റർ അകലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നോർത്ത് DF ഓഫീസിന് മുമ്പിൽ വെച്ച് തന്നെ അൻവർ നിൽക്കുന്ന ഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകർ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 4 പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ 10ഓളം പേർ ഈ DF ഓഫീസിൻ്റെ വാതിലിൻ്റെ പൂട്ട് തകർത്ത് അകത്തേക്ക് കയറുകയും അവിടെ വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. അവിടെ ക്ലോക്കും അതുപോലെ തന്നെ അവിടെ ഉദ്യോഗസ്ഥരുടെ ക്യാബിനിലേക്കുള്ള വാതിലടക്കം ചവിട്ടിപ്പൊളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് പോലീസ് അതിൽ കേസെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ PDPP ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ MLA പ്രതി ചേർക്കണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശയവിനിമയം നടന്നിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായടക്കം ആശയവിനിമയം നടന്നു. അതിന് ശേഷമാണ് കൃത്യമായുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ അനുമതിയോടെ അതുപോലെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇൻ്റലിജൻസ് വിഭാഗം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തിയതിനു ശേഷം വൈകുന്നേരം 7:30 പി വി അൻവർ MLAയുടെ വീട്ടിൽ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് സന്നാഹം എത്തുന്നത്. ഒരേ സമയം 6ലധികം പോലീസ് ജീപ്പുകളും പോലീസ് ബസ്സുമൊക്കെ ഒരേ സമയം എത്തുന്നു. 50ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അത് വലിയൊരു തികച്ചും ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള നീക്കം തന്നെയാണ് പോലീസ് നടത്തിയത്. ഒരു വിവരം ചോർത്താതെ തന്നെ പോലീസ് അൻവർ MLA അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആദ്യഘട്ടത്തിൽ സ്പീക്കർ അനുമതി ഉണ്ടെങ്കിൽ താൻ അറസ്റ്റ് വരിക്കും എന്നുള്ള നിലപാട് പി വി അൻവർ സ്വീകരിച്ചു. എന്നാൽ സ്പീക്കറിൻ്റെ അറസ്റ്റ് അനുമതി വേണ്ട ആവശ്യമില്ല. നിയമസഭാംഗം എന്ന നിലയിൽ ക്രിമിനൽ കേസിൽ പ്രതികളാകുമ്പോൾ അറസ്റ്റ് ചെയ്ത ശേഷം അറിയിച്ചാലും മതി എന്നുള്ള നിയമ ഉപദേശം പോലീസ് MLA അറിയിച്ചു. എന്നാൽ തനിക്ക് കുറച്ച് സമയം വേണം, തനിക്ക് ഫ്രഷ് ആവുന്നതിനും മറ്റും സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി വി അൻവർ വീടിൻ്റെ അകത്തേക്ക് തിരികെ കയറിപ്പോയി. പിന്നീട് 2 മണിക്കൂറോളം സമയം നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് അൻവറിൻ്റെ വീടിന് മുമ്പിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ സമയം അത്രയും അൻവർ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. UDF നേതാക്കളുമായി അടക്കം ഫോൺ വഴി സംസാരിച്ചു, നിയമ വിദഗ്ധരുമായി സംസാരിച്ചു, അഭിഭാഷകരുമായി സംസാരിച്ചു, പാർട്ടിയിലൊപ്പമുള്ള ആളുകളുമായി സംസാരിച്ചു. അങ്ങനെ കൃത്യമായൊരു രാഷ്ട്രീയ നീക്കം തന്നെ പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം വീണ്ടും മാധ്യമങ്ങളെ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടർ TVക്ക് പ്രത്യേകം അഭിമുഖം അനുവദിക്കുകയും മുബശ്ശറുമായി പി വി അൻവർ വളരെയധികം നേരം സംസാരിക്കുകയും ചെയ്തു. അത് പിന്നീട് കൂടുതൽ മാധ്യമപ്രവർത്തകർ എത്തി അവരോടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പി വി അൻവർ MLA പോലീസ് ഉദ്യോഗസ്ഥർ അകത്ത് കയറി പുറത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് എത്തിച്ച് പിന്നീട് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. അറസ്റ്റ് വാറൻറ്റിൻ്റെ കോപ്പി അടക്കം നൽകിയതിന് ശേഷമാണ് പി വി അൻവർ അറസ്റ്റിനുള്ള അതിൻ്റെ ലെഡ്ജറിൽ ഒപ്പുവെക്കുക അടക്കം ചെയ്തത്. അത്തരത്തിൽ കൃത്യമായി നടപടികൾക്ക് വേണ്ടിയൊക്കെ കാലതാമസം എടുത്തു. എന്തായാലും 10:45 തന്നെ പി വി അൻവറിൻ്റെ അറസ്റ്റ് പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. പിന്നീട് നേരെ
ജില്ലാ ആശുപത്രിയിലേക്ക് 9:45 അറസ്റ്റ് രേഖപ്പെടുത്തി 10:15 PV അൻവറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഏകദേശം 11:30 പിന്നീട് നിലമ്പൂർ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് എത്തിക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ വസതിയിലെത്തിച്ച് അൻവറിൻ്റെയും അൻവറിൻ്റെ കൂടെയുള്ളവരുടെയും റിമാൻഡും ഉറപ്പാക്കി. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ അൻവറിനെയും കൂടെയുള്ളവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അൻവറിനൊപ്പം ഉണ്ടായിരുന്ന DMK പ്രവർത്തകരായ സുധീർ പുന്നപ്പല, മുസ്തഫ പട്ടാമ്പി, ഷൗക്കത്ത് പനമരം, കുഞ്ഞ് മുഹമ്മദ് എന്നീ 4 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായ. മറ്റ് 4 പേർ കേസിൽ 1-ാം പ്രതി PV അൻവർ MLA തന്നെയാണ്. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തുളസി, ഇതൊരു രാഷ്ട്രീയ നീക്കമായി അൻവറിൻ്റെ അറസ്റ്റ് മാറിയിരിക്കുന്നു. ഇന്നലെ വരെ അൻവറിനെ അകറ്റി നിർത്തിയിരുന്നവരല്ലെങ്കിൽ UDF-ലേക്ക് PV അൻവർ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലും അൻവറിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ലീഗ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതൃത്വം ഇടപെട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അവരെല്ലാവരും ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിൽക്കുകയും ചെയ്തു. PV അൻവർ ആദ്യം രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. അത്രയൊരു ഘട്ടത്തിലാണ് PV അൻവറിൻ്റെ അറസ്റ്റ് ഇന്ന് ഉണ്ടാവുന്നതും ആ അറസ്റ്റ് വലിയൊരു രാഷ്ട്രീയ പിന്തുണയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല അൻവറിൻ്റെ അറസ്റ്റ് ഭരണകൂട ഭീകരതയാണ് എന്നുള്ള പരാമർശം നടത്തിക്കൊണ്ട് തന്നെ ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തി. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സമാനമായ രീതിയിൽ ഒരു നിയമസഭാംഗത്തെ ഈ രീതിയിൽ രാത്രിയുടെ മറവിൽ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട കാര്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ശേഷം കോൺഗ്രസിൻ്റെ തന്നെ ഔദ്യോഗിക പ്രസ്താവനയായിക്കൊണ്ട് KPCC പ്രസിഡന്റ് K സുധാകരനും PV അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തി. അതിൽ K സുധാകരൻ നടത്തിയ പ്രസ്താവന പോലും വലിയ രാഷ്ട്രീയമാണ്. ഉന്നത ഗൂഢാലോചന തന്നെയാണ് PV അൻവറിനെ ഈ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ കാരണമെന്നാണ് K സുധാകരൻ പറഞ്ഞത്. അത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ADGP അജിത് കുമാറും അടക്കമുള്ള ആളുകൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് തൻ്റെ അറസ്റ്റ് എന്നായിരുന്നു അൻവർ ഉന്നയിച്ചിരുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഭരണകൂട ഭീകരതയാണ് തൻ്റെ അറസ്റ്റ് എന്ന് അൻവർ ആരോപിച്ചിരുന്നു. സമാന വാക്കുകൾ തന്നെ രമേശ് ചെന്നിത്തലയും K സുധാകരനും ഉയർത്തി PV അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു കൃത്യമായ രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ സന്ദേശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരൊരു സന്ദേശം ഉണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ PV അൻവറിൻ്റെ UDF-ലേക്ക് PV അൻവർ എത്തുകയാണെങ്കിൽ ആ പ്രവേശന വഴിയിലെ കവാടമായി ഇന്നത്തെ PV അൻവറിൻ്റെ അറസ്റ്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ രാഷ്ട്രീയ വായന. അതിനുള്ള അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഇതിലൂടെ ഉടലെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും നാളെയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും കൂടുതൽ നേതാക്കൾ അൻവറിനെ പിന്തുണച്ച രംഗത്തെത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അൻവറിൻ്റെ അറസ്റ്റ് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയുമില്ല. അത്തരമൊരു ഘട്ടത്തിൽ പൂർണ്ണമായും അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷ നേതാക്കൾ എത്തും. ഒരുപക്ഷേ അൻവറിന് താല്പര്യമില്ലാത്ത പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും അത്തരമൊരു സാഹചര്യം അല്ലെങ്കിൽ അൻവറിൻ്റെ അറസ്റ്റിനെ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെയെങ്കിൽ അൻവറിനുള്ള പിന്തുണയെ അതെല്ലാം വ്യാഖ്യാനിക്കപ്പെടും. സ്വാഭാവികമായും ഈ അറസ്റ്റ് രാഷ്ട്രീയമായി അൻവറിന് ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. തുളസി.